Assalamualaikum, good evening. Welcome back to Zain'S Wonder World. ഇന്ന് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയ ഡിഷ് തയ്യാറാക്കാം. നല്ലൊരു ആരോ റൂട്ട് കൊണ്ട് ഹൽവ തയ്യാറാക്കാം. ഇതെങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനലായ Zain'S Wonder World നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് എനിക്ക് എൻ്റെ അനിയത്തി പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്നും ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അരക്കപ്പ് ആരോറൂട്ടിൻ്റെ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആരോറൂട്ട് എന്ന് പറഞ്ഞാൽ കൂവപ്പൊടി എന്ന് പറയും. പിന്നെ ഒരു കപ്പ് ശർക്കര ഉരുക്കി വെച്ചതാണ്. 2.5 കപ്പ് തേങ്ങാപ്പാലാണിത്. ഒന്നാം പാലും രണ്ടാം പാലൊന്നുമില്ല, ഒന്നായിട്ട് എടുത്തതാണ്. പിന്നെ കുറച്ച് തേങ്ങ, ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും എടുത്താൽ മതി. പിന്നെ കുറച്ച് പീനട്ട്സ് ക്രഷ് ചെയ്തതാണ്. പിന്നെ കുറച്ച് ഉപ്പ്, 2 ഏലക്കായ പൊടിച്ചത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് എങ്ങനെയാണ് ആരോറൂട്ട് ഹൽവ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ ആരോറൂട്ട് എടുത്ത് കുറച്ച് പാലിൽ നന്നായി കട്ടയില്ലാതെ ഇളക്കണം. ഇത് നന്നായി ഇളക്കിയെടുക്കാം. ഞാൻ വേറൊരു പാത്രത്തിലിട്ട് ഇളക്കുന്നത്, വിരകാൻ എടുക്കുന്ന പാത്രം ചിലപ്പോൾ പരന്നതൊക്കെ ആകുമ്പോൾ ഇളക്കിയെടുക്കാൻ, കട്ടയില്ലാതെ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ ആദ്യം എടുത്ത് മിക്സ് ചെയ്ത ശേഷം വിരകിയെടുക്കാനുള്ള പാത്രത്തിലേക്ക് ആക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കട്ടയില്ലാതെ ഇളകി വന്നിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇത് റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ മുഴുവനും ഇതിലേക്ക് ഒഴിക്കാം. പിന്നെ ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതെല്ലാം വിരകിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് വേണം. അത് കുറച്ച് വെന്ത ശേഷം ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അതപ്പോൾ ആ സമയത്ത് ഞാൻ അതിൻ്റെ അളവ് ആ സമയത്ത് പറഞ്ഞു തരാം. ഇനി ഇതൊന്ന് അടുപ്പിൽ വെച്ച് നന്നായി കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് കുറുകി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു പണിയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ബുദ്ധിമുട്ടായ ഒരു പണികളും ഇല്ല. ഇളക്കി കൊടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. കാരണം തേങ്ങാപ്പാലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഇടയിലൊന്ന് കടിക്കാൻ വേണ്ടി ചേർത്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് ഇനിയും നന്നായിട്ട് കുറുകി വരാനുണ്ട്. ഇനിയും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ കുറച്ചുകൂടി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പീനട്ട്സും ഏലക്കായും ചേർക്കാം. ഇത് തിളക്കുമ്പോൾ കൈമൽ തെറിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. തീ സിമ്മിലാക്കിയിട്ട് വേണം ഇത് വിരകിയെടുക്കാൻ. ആദ്യം വെച്ച ഉടനെ 2-3 മിനിറ്റ് ഫുൾ തീയിൽ വെക്കാം. പിന്നെ സിമ്മിലാക്കി വെക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ഇനി 1 ടീസ്പൂൺ കൂടി ചേർക്കണം. ഇനി ഇത് കുറച്ചുകൂടി കുറുകി വരട്ടെ.
പാകത്തിന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് കുറച്ച് സമയം കഴിഞ്ഞാൽ കുറച്ചുകൂടി കട്ടിയാവും. അങ്ങനെ കട്ടിയാക്കിയ ശേഷം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അതേ രീതിയിൽ തന്നെ തിന്നണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല ടേസ്റ്റിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.